ഹായ് ഫ്രണ്ട്സ് സ്റ്റോറി ഇട്ടപ്പോൾ ചങ്കൊക്കെ പറയായിരുന്നു മച്ചാ നിനക്ക് ഒരു പ്രശ്നമില്ലടാ ഇങ്ങനെ പറഞ്ഞു. ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ ചേട്ടനാണ് എൽ ചെയ്തത്. ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ ചേട്ടൻ പറഞ്ഞ എൽ ചെയ്തത് ഇത് പറഞ്ഞ ഹീറോയിൻ്റെ ഫ്രണ്ട് പറയായിരുന്നു. രമ്യ പറയായിരുന്നു മച്ചാ പ്രശ്നമില്ലല്ലോടി. ഹീറോയിൻ്റെ കുറേ ഗേൾ ഫ്രണ്ടായിരുന്നു. ഗേൾ ഫ്രണ്ട് അവളെ ചേട്ടനായിരുന്നു. കുറേയിലൊരു പെണ്ണുള്ള ഫ്രണ്ടാണ്. മിയ പോയിടുന്നു. ജിമ്മിനിക്ക് പ്രശ്നമില്ല. ജിമ്മിന് ഒരു മാഫിയ കിങ്ങാണ്. ജിമ്മിന് പറഞ്ഞു എനിക്ക് പ്രശ്നമില്ല. ജങ്കൊക്കെ പോയി നീ വാതിൽ വന്നിട്ട് വീട്ടിൽ ആരുമില്ല കാണുന്നില്ല എന്ന് ജിമ്മിന് പറഞ്ഞു. ശരി ഓക്കെ ആയിരുന്നു. ഡേയ്സ് പോയിരുന്നു. ചെക്കനും ഹീറോയിൻ ഫിലീസ് ഇങ്ങനെ പ്രപ്പോസ് ചെയ്തു. ജിമ്മിന് ഇങ്ങനെ വെളിയിൽ വന്ന് നോക്കുമ്പോൾ പ്രപ്പോസ് ടോർച്ചർ. അങ്ങനെ ജിമ്മിൻ ഹീറോയിനെ റഷ്യക്ക് വേണ്ടി ജിമ്മിൻ അവനെ മാരേജ് ചെയ്യാൻ പോകുന്നിടത്ത് ജിമ്മിന് വന്ന് റഷ്യച്ച് അങ്ങനെ ഹീറോയിനെ സർ ജിമ്മിന് പറഞ്ഞു ഞാൻ ലവ് ചെയ്യാൻ. ജിമ്മിൻ തന്നെയാണ് ഹീറോയിനെ മാരേജ് കഴിച്ചു. അല്ല ആ ചെക്കന് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. എന്നെ പറഞ്ഞു ആ ചെക്കന് പോയി. ജിമ്മിന് പറഞ്ഞു നീ പഠിക്കുന്നിടത്തുള്ളൂ പിന്നെ പിന്നെ പിരിയാന്ന് ജിമ്മിന് പറഞ്ഞു. ഹീറോയി പഠിച്ചു കഴിഞ്ഞു. പിന്നെ ജിമ്മിന് എന്നോട് പറഞ്ഞു സർ ഞാൻ ഇന്ത്യയൊക്കെ പോകുമ്പോൾ എന്ന് ജിമ്മിന് ശരി ഓക്കെ ആയിരുന്നു. ജിമ്മിക്ക് ഹീറോയിനെ പിടിച്ചായിരുന്നു. എന്താ ചെയ്യുക ഒന്നും അറിയില്ലായിരുന്നു. ബേബിനോട് ബായ് ബേബി എന്ന് ഹീറോയി ഹക്ക് ചെയ്ത് പോയായിരുന്നു. അങ്ങനെ ജിമ്മിൻ പറഞ്ഞു പോവാറ്. അതുകൊണ്ട് ഹീറോയിൻ്റെ ഫ്രണ്ട് ഒരുമാതിരി റിയാക്ഷനും കാട്ടാൻ ജിമ്മിനെ കുറച്ച് ഡൗട്ട് വന്നു. എന്താ പ്രശ്നം സാർ ജിമ്മിനോട് സാർ ഞാൻ ഒരു കാര്യം പറയാം. എന്താ ജിമ്മിന് കേട്ടായിരുന്നോ സാർ ഹീറോയ്ക്ക് ഇന്ത്യക്ക് പോയ മാരേജ് സാർ. ഇത് കേട്ട് ജിമ്മിന് ഷോക്കായിരുന്നു. മാരേജാ സാർ അങ്കിളിൻ്റെ മോൻ്റെ കൂടെ മാരേജാണ് സാർ എന്ന് പറഞ്ഞു. ജിമ്മിന് ഷോക്കായിരുന്നു. മാരേജാ അതെങ്ങനെ ജിമ്മിന് പ്ലാൻ ചെയ്ത് ജിമ്മിൻ ശരി ഓക്കെ ആ മാരേജ് സ്റ്റോപ്ഷാണ് അല്ലേ ജിമ്മിനൊക്കെ ആ മാരേജ് ജിമ്മിനൊക്കെ ഒരു ഐഡിയ വന്നു. ശരി ജിമ്മിന് ഫോൺ ചെയ്ത് പറഞ്ഞു. അങ്ങനെ ഹീറോയ്ക്ക് ഫോൺ ഇങ്ങനെ ടിക്കറ്റ് ക്യാൻസലായി. ഹീറോയിനോട് പറഞ്ഞു ന്യൂസിലെല്ലാം വന്നിരുന്നു. ഇപ്പം എന്താ ചെയ്യാം മമ്മി ടിക്കറ്റ് ക്യാൻസലായി ഇപ്പോൾ വരാൻ പറ്റില്ല. അവിടെ ഹീറോയിന് മാരേജ് കഴിക്കാൻ ചെക്കൻ ടെൻഷനായി. എന്താ വരാൻ പറ്റില്ല ശരി ഓക്കെ നോക്കാമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ആ ചെക്കനൊക്കെ ഒരുപാട് ടെൻഷനായിരുന്നു. എന്താ ചെയ്യുക ഇത് ചെയ്യുന്ന ഒരുപാട് ടെൻഷനായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ ശരി ആ ചെക്കനൊക്കെ ഒരു ജോലി വന്നു. ശരി ഓക്കേന്ന്. അങ്ങനെ ഹീറോയിൻ്റെ ഫ്രണ്ട് ഫോൺ ചെയ്ത് പറഞ്ഞു അങ്കിൾ ആൻറ്റി നിങ്ങളൊരു പ്ലേസ് പോകാം ഹീറോയ്ക്ക് മാരേജ് എന്ന് ഹീറോയി പറഞ്ഞു. ഹീറോയിൻ്റെ ഫ്രണ്ട് പറഞ്ഞു ശരി ഓക്കെ ഞാൻ വരാം. നിങ്ങളത് ഇതിൽ റെഡിയാക്കാൻ വേണ്ട നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്ത് നിങ്ങൾ ഫോട്ടോ തരാം ഇതിലേത് നല്ല സൂപ്പർ ഡ്രസ്സ് എന്ന് പറഞ്ഞു അവർ സെലക്റ്റാക്കി. ശരി എന്നെ പറഞ്ഞു ഹീറോയിൻ അങ്ങനെ നൈറ്റായിരുന്നു അവർ വന്നെത്തി. അങ്ങനെ ജിമ്മിന് പറഞ്ഞു ജിമ്മിനും ഹീറോയിനോട് പറയേണ്ട പറഞ്ഞു. അങ്ങനെ ഇന്ത്യക്ക് വന്നു. ഇന്ത്യയിൽ ഹീറോയ്ക്കും ജിമ്മിനും മാരേജായി. അങ്ങനെ കൊണ്ട് അവർക്കും ജിമ്മിനും ഹീറോയിൻ മാരേജ് ആയിരുന്നു. അതുകൊണ്ട് ജിമ്മിൻ പറഞ്ഞായിരുന്നു ശരി ഓക്കെ എന്ന് പറഞ്ഞു. ഈ ജിമ്മിനും ഹീറോയിൻ വിളിച്ചുകൊണ്ട് വന്നായിരുന്നു. അതുകൊണ്ട് ആരൊക്കെ ഒന്നും മനസ്സിലായില്ല. അതുകൊണ്ട് ജിമ്മിൻ ഹീറോയിനെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ചെക്കൻ പറഞ്ഞ ഹീറോയ്ക്ക് മാരേജായി വീണ്ടും ഹീറോയി വീട്ടിലൊക്കെ വന്ന് ജിമ്മിനും ഉണ്ടായിരുന്നു റൂമിൽ. അങ്ങനെ ഹീറോയി ബേബിനെ ക്യാരിങ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് ആ ചെക്കന് വന്നു. അങ്ങനെ വീട്ടുകാരെന്നെല്ലാം വന്നു ഹീറോയിൻ്റെ വീട്ടിൽ വന്നായിരുന്നു. അങ്ങനെയായിട്ട് അവർ വന്നായിരുന്നു എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ആ ചെക്കൻ വന്നു ഹീറോയിൻ്റെ കൂടെ റെഡിയാക്കാൻ പറഞ്ഞു. അതിക്ക് ഹീറോയി ജിമ്മിന് അങ്ങനെ ബീബീനെ എടുത്തിട്ട് ഹീറോയി വന്നായിരുന്നു. ആ ചെക്കന് ഷോക്കായിരുന്നു. എന്താ പറയണത് അങ്ങനെ ഹീറോയി ചോദിച്ചായിരുന്നു എന്താ പറ്റിയെന്നത്. അങ്ങനെ ചെക്കൻ വന്നു ഹീറോയിൻ നിൻ്റെ ബേബി ഉണ്ട് എൻ്റെ ബേബിയാണെന്ന് ഹീറോയി പറഞ്ഞായിരുന്നു. അങ്ങനെ ഹീറോയിൻ പുറകിൽ ജിമ്മിന് വന്നായിരുന്നു. ഡ്രസ്സ് ക്യൂട്ടായിട്ട് റിയാക്ഷനായി ജിമ്മിന് വന്നായിരുന്നു. അതുകൊണ്ട് ഷോക്കായിരുന്നു ചെക്കന്. ആരാ നീ എന്ന് ജിമ്മിൻ്റെ അടുത്ത് കണ്ടു കേട്ടായിരുന്നു. ആ ചെക്കനോട് പറഞ്ഞു ആരും ജിമ്മിന് കേട്ടായിരുന്നു. ഇതേ അറിയില്ല ഇവരെ എനിക്കറിയില്ല എന്ന് ഹീറോയി പറഞ്ഞായിരുന്നു. ആ ചെക്കൻ ഷോക്കായിട്ട് കേൾക്കായിരുന്നു. അത് ഹീറോയിൻ നോമി പറയായിരുന്നു ഇതെൻ്റെ മോളാന്ന്. എന്താ മോളാ ആൻറ്റി ഇവൾക്ക് എനിക്കല്ല മാരേജ് അതിക്ക് ഹീറോയി ചോദിച്ചായിരുന്നു. മാരേജാ ആരെ കൂടെ മാരേജ് ആവുന്നത് എനിക്ക് അവളുടെ മാരേജ് അതിന് ഹീറോയി പറഞ്ഞു. ഷോക്കായിരുന്നു. ഹീറോയിൻ ഷോക്കായിരുന്നു നോക്കായിരുന്നു. നിനക്ക് മാരേജ് ആയോ അതിക്ക് ഹീറോയിൻ ഓമി പറയുന്നത് എന്താ നീ പറയണത് എൻ്റെ മോൾക്ക് ഓളൊരു മാരേജായി. നീ ആരാ പറഞ്ഞത് എൻ്റെ മോൾ ഇവൾക്ക് മാരേജായിപ്പാ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ മമ്മി ഒരു പ്ലാൻ ചെയ്തായിരുന്നു. അതുകൊണ്ട് ഒരു ഗേൾ പിന്നെ ഒരു ഗേൾ വന്നായിരുന്നു. ഇവക്ക് മാരേജ് കഴിക്കാൻ പോകുന്നതല്ലേ നീ പറഞ്ഞതിപ്പാ എന്ന് പറഞ്ഞു. ആ ഗേൾ വന്നായിരുന്നു. ഒരു ചബ്ബി ഗേൾ മതി ഒരു ഗേൾ. ഹായ് നിങ്ങൾക്കും എനിക്കല്ല മാരേജ് നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടതെന്നല്ല പറഞ്ഞതെന്ന് ആ ചബ്ബി ഗേൾ പറഞ്ഞായിരുന്നു. അത് കേട്ട ഒരു ഷോക്കായിരുന്നു. എന്താ നീയാ അതെ ആൻറ്റിക്ക് ഞാനൊരു മോള് മാത്രയാ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇവളെൻ്റെ ചേച്ചിയാ എന്ന് പറഞ്ഞായിരുന്നു. അവർക്ക് ഷാക്കായിരുന്ന ചെക്കന് എന്താ ചേച്ചിയാ അതെ ചേച്ചിയാ നിങ്ങൾക്ക് എനിക്കല്ല മാരേജ് എന്ന് ആ പെണ്ണ് റിയാക്ഷനും കാട്ടിയായിരുന്നു. അതിന് ആ ചെക്കൻ്റെ റിയാക്ഷൻ ചേഞ്ച് ചെയ്യായിരുന്നു. എന്താപ്പാ എന്താ ചേച്ചി കല്യാണം കഴിഞ്ഞു അതോടെ കുട്ടി കാണുന്നില്ലേ അതെൻ്റെ ചേച്ചീൻ്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞായിരുന്നു. അത് കേട്ട ആ ചെക്കൻ ഷോക്കായിരുന്നു. അത് ഇതെനിക്ക് ചേച്ചി അത് മാത്രം ഞാനൊരു മോള് മാറിയാ ഇവരെ
ഇവർ വീട്ടിൽ താമസിച്ചത് കുറച്ച് നാൾ ഞാനാ പഠിക്കാൻ പോയി. എന്നെ ആ കുട്ടി റേഷനും കാട്ടി പറഞ്ഞായിരുന്നു, ഇവൾ പഠിക്കാൻ പോയി കുറേ ആയി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ശക്കരക്ക് ഷോക്കായിരുന്നു. അതിനായിട്ട് മാരേജ് കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ആ പോലീസ്, അതായത് പോലീസ് പറഞ്ഞ ഹീറോയ്ക്കും ഹെൽപ്പ് ചെയ്യുന്നു അങ്കിൾ. അതിപ്പോൾ ഇവൾക്ക് മാരേജ് ആയി, ഞാനും കല്യാണത്തിന് വന്നായിരുന്നു എന്നെ എല്ലാവരും പറയാൻ തുടങ്ങിയായിരുന്നു. അതുകൊണ്ട് അവൾക്ക് തലയിൽ കിടി വീണൊക്കെ, സോറി ആൻറ്റി, എൻഗേജ്മെൻറ്റ് ക്യാൻസൽ, മാരേജ് ക്യാൻസൽ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു ഒറ്റ ഓട്ടം ഓടിപ്പോയി. ഹീറോയ്ക്ക് സമാധാനമായിപ്പോൾ എന്നാൽ ജിമ്മിനെത്തിട്ടൊക്കെ ജിമ്മിന് നടുക്ക് ചേച്ചി ഹീറോയിനെ നോക്കുമായിരുന്നു. സാർ എന്താന്ന് പറയായിരുന്നു. നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ലല്ലോ സാർ എന്ന് പറഞ്ഞു. ജിമ്മിന് ഹീറോയിൻ ഒരു ലുക്ക് ആയിരുന്നു. ഹീറോയ്ക്ക് പേടിയാണ്. അപ്പം മലയാളം ലാംഗ്വേജ് വന്നു ഒരു കൊഴിയാൻ പോയി, അതിലെങ്ങനെ മനസ്സിലാവും എന്നെ ഹീറോയി പറയുന്നു. ജിമ്മിനൊക്കെ എല്ലാം മനസ്സിലായി. ജിമ്മിനൊക്കെ ഹീറോയിൻ ലാംഗ്വേജ് നന്നായിട്ട് അറിയും. ആ ജിമ്മിന് പഠിച്ചായിരുന്നു ഹീറോയിൻ ലാംഗ്വേജ്. ലുക്ക് വെച്ചിട്ട് എനിക്ക് വെച്ചിട്ടുണ്ടേ ആപ്പിന് ജിമ്മിന് ഒരു ലുക്ക് വെക്കായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ ഉമ്മയ്ക്ക് മനസ്സിലായി. ആ ജിമിൻ, എന്താപ്പാ, എന്താ ആൻറ്റി? ഇല്ല ബേബിനെ കുറച്ച് ഷോപ്പിംഗ് ചെയ്തിട്ട് വരാം. മോളെ ഞാൻ പോയിട്ട് വരാം. എന്താ മമ്മി പറയുന്നത്? ഇല്ലമ്മ ഞാൻ പുറത്ത് പോയിട്ട് കറങ്ങിയിട്ട് വരാം. എന്ന് പറഞ്ഞ ഹീറോയിൻ്റെ മമ്മി ഒറ്റ ഓട്ടം ഓടിപ്പോയി. മമ്മിയെ മണി 12 മണിയാത്രേ, എവിടേക്ക് ഓടാൻ പോകുന്നത്? ഷോപ്പിംഗ് ചെയ്ത് പോവാ. മമ്മി ഉച്ചയ്ക്ക് വരില്ലേ? ഉച്ചയ്ക്ക് ഒന്നുമില്ല കൂടി, ഞാൻ കുറച്ച് ഷോപ്പിംഗ് ചെയ്ത് വരാം എന്ന് പറഞ്ഞ ഹീറോയിൻ്റെ മമ്മി ഒറ്റ ഓട്ടം ഓടിപ്പോയത്. ജിമ്മിന് ഒരു ലുക്ക് ഒക്കെ ആയിരുന്നു. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ലായിരുന്നു. അപ്പോൾ ഹീറോയി കുക്ക് ചെയ്യാൻ പോയായിരുന്നു. കുക്കിംഗ് ചെയ്ത് ഇങ്ങനെ മേടിച്ചു തണ്ണി കുടിക്കായിരുന്നു. ജിമ്മിന് വന്ന് ഹക്ക് ചെയ്തായിരുന്നു. ഹീറോയി വർക്കായിരുന്നു. ഹീറോയി, സാർ എന്താ ചെയ്യുന്നത്? ഞാനിപ്പോൾ ഇല്ല സാറാ, നിങ്ങളെൻ്റെ പ്രൊപ്പോസർ. ഇപ്പം എൻ്റെ ഹസ്ബൻഡാ. ഹീറോയി ഷാക്കായിരിക്കും. മുമ്പ് ഞാൻ പ്രൊപ്പോസറായിരുന്നു. അങ്ങനെ ജിമ്മിന് തിരിഞ്ഞ് നോക്കുമായിരുന്നു. അത് മാത്രമല്ല മാഫിയ പ്രൊഫസർ കിങ് എന്ന് പറഞ്ഞ് എന്നാ നോക്കുകയായിരുന്നു ഹീറോയിൻ. നിനക്കറിയും ഞാൻ മാഫിയാന്ന്. ഹീറോയിൻ തലയാട്ടിയായിരുന്നു. അങ്ങനെ ഹീറോയിൻ റൂം കിടത്തെ. അങ്ങനെ അവർ ക്യൂട്ടായി നല്ല ഹാപ്പി ആയിരുന്നു. അവർ അങ്ങനെയായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ മമ്മിയും ഡാഡി വന്നു. വീട്ടിൽ വന്ന് നോക്കുമ്പോൾ നടന്ന കാര്യം മോശം അങ്ങനെ പറഞ്ഞു. അവരും ഉറങ്ങാൻ പോയായിരുന്നു. ബേബി അവർ കെട്ടി പിടിച്ച് ഉറങ്ങിയായിരുന്നു. നല്ല ഉറക്കമായിരുന്നു.